പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം. കുവൈത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. യുഎസും ഇസ്രയേലും നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ കുവൈത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വൈദ്യുതി നിലയങ്ങളും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് നടന്നത്. വൈദ്യുത നിലയങ്ങൾക്കും ഒരു ജലശുദ്ധീകരണ പ്ലാന്റിനും കേടുപാടുകളുണ്ടായി. UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുത്തെന്ന് UAE പ്രതികരിച്ചു. പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ തുടർച്ചയായ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി നാട്ടുകാർ പറയുന്നു. ബഹ്റിനിൽ രാത്രികാല കടൽ യാത്ര നിരോധിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ നിരോധനമാണ്. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 വരെയാണ് വിലക്ക്. ഇറാനിലെ തബ്രിസ് നഗരത്തിൽ പെട്രോ കെമിക്കൽ ഫാക്ടറിയും ആക്രമിക്കപ്പെട്ടു. വാതക ചോർച്ച ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇറാനുമായി ധാരണ ഉടനുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. 15 പട്ടികയിൽ പലതും അംഗീകരിച്ചെന്നും ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് വേദി ഒരുക്കുമെന്ന് പാകിസ്ഥാനും പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. കരയുദ്ധത്തിന് ശ്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US സൈനികർ ഭക്ഷണമായി തീരുമെന്നാണ് ഇറാൻ സൈനിക വക്താവിന്റെ അതിരൂക്ഷ പ്രതികരണം. 3500 സൈനികരുമായി USന്റെ പടക്കപ്പൽ US ട്രിപ്പോളി മധ്യപൂർവ്വ ദേശത്തിലെത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം. സമാധാന ചർച്ചയുടെ മറവിൽ രഹസ്യകര ആക്രമണത്തിന് US പദ്ധതിയിടുന്നുവെന്നും സൂചനകളുണ്ട്. 10,000 സൈനികരെ കൂടി അയക്കാൻ US ആലോചിക്കുന്നു. നയതന്ത്രത്തെപ്പറ്റി സംസാരിക്കുന്ന US രഹസ്യമായി ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ആരോപിച്ചു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെ മുജ്തബയുടെ സന്ദേശം പുറത്തുവന്നു. ഇറാഖിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശം. മുജ്തബ കൊല്ലപ്പെട്ടിരിക്കുമെന്നും ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചുവെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.